നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. മാലാഖയ്ക്ക് യാത്രാമൊഴി. മസ്തിഷ്ക മരണം സംഭവിച്ച് 5 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ പകർന്ന കുഞ്ഞുമാലാഖ ആലിൻ ഷെറിൻ ഇനി കണ്ണീരോർമ്മ. മൃതദേഹം പത്തനംതിട്ട നെടുങ്ങാടപ്പള്ളി CSI പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ആലിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കും. വിഷ്ണു സുരേഷ് ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. വിഷ്ണു, വിശദാംശങ്ങൾ. ഉമേഷ, 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരുന്നെങ്കിലും വലിയ തിരക്ക് കണക്കിലെടുത്ത് 5 മണിയോടുകൂടിയാണ് സംസ്കാരം. 5:10 സംസ്കാരം പൂർത്തിയായത്. ഇന്ന് രാവിലെ തന്നെ ആലിൻ ഷെറിന്റെ ഭൗതികദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അപ്പോഴും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, VN വാസവൻ തുടങ്ങിയ ആളുകൾ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 പള്ളിയിലേക്ക് എത്തിച്ചു. മൃതദേഹം പള്ളിയിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ആലിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി വീണ ജോർജും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച സുരേഷ് ഗോപിയും എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ അനുശോചനം കുടുംബത്തെ സുരേഷ് ഗോപി അറിയിച്ചു. വളരെ വിങ്ങുന്ന വേദനയോടുകൂടിയാണ് ആ കുടുംബം ഇപ്പോൾ ഉള്ളത്. പക്ഷേ സങ്കടക്കടലിലും ആ കുടുംബത്തിന്റെ സങ്കടക്കടലിലും ആ കുട്ടിയുടെ അവയവങ്ങൾ കൈമാറാൻ അവർ കാണിച്ച തീരുമാനത്തിന് വലിയൊരു ബിഗ് സല്യൂട്ടാണ് നാടൊന്നാകെ നൽകിയത്. അതാണ് ആ തിരക്ക് സൂചിപ്പിക്കുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ആലിനെ കേരളം വിട പറഞ്ഞത്. വിട നൽകിയത്. നാളെ മുഖ്യമന്ത്രി നേരിട്ട് കുടുംബത്തെ സന്ദർശിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ. ഫെബ്രുവരി 5 ചങ്ങനാശ്ശേരിയിൽ വെച്ചൊരു അപകടമുണ്ടാകുന്നത്. തുടർന്ന് ആലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫെബ്രുവരി 7 അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. 13 മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ഒടുവിൽ കുഞ്ഞിന്റെ കരളും വൃക്കയും ഹൃദയവാൽവും അതോടൊപ്പം കോർണിയടക്കമുള്ള കാര്യങ്ങൾ അത് ദാനം ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് കുടുംബം എത്തി. അങ്ങനെ 5 പേരാണ് ആലിൻ ഷെറിന്റെ അവയവം സ്വീകരിച്ചത്. അതിൽ 2 പേർ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ബാക്കി അവയവ ശസ്ത്രക്രിയ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ആലിൻ ഷെറിൻ ഒരു പുതുചരിത്രമായി, കേരളത്തിന്റെ പുതുചരിത്രമായി മാറിയിരിക്കുകയാണ് അവയവദാനവുമായി ബന്ധപ്പെട്ട്. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം. T20 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിനായി നിമിഷങ്ങൾ എണ്ണി ആരാധകർ. 7 മണിക്ക് കൊളംബോയിൽ തുടങ്ങുന്ന മത്സരത്തിന് അല്പസമയത്തിനകം ടോസ് ഇടും. ക്രിക്കറ്റ് ലോകത്തിന്റെ കണ്ണും മനസ്സുമെല്ലാം കൊളംബോയിലേക്ക്. കളത്തിന് പുറത്തെ കളികളാൽ വീറും വാശിയുമേറിയ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന്റെ പുതിയൊരു പതിപ്പിന് പ്രേമദാസ സ്റ്റേഡിയത്തിൽ കളമൊരുങ്ങുന്നു. ഏഷ്യ കപ്പിൽ കൈകൊടുക്കാതെ മുഖം കൊടുക്കാതെ കളിച്ചു തീർത്ത ടീമുകൾ ലോകകപ്പിൽ മുഖാമുഖമെത്തുന്നത് ക്രിക്കറ്റ് ബോർഡുകൾ തമ്മിലുള്ള വമ്പനടിക്ക് ശേഷം. ആദ്യം ബഹിഷ്കരണ ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ICC വടിയെടുത്തതോടെ കളിക്കാൻ തയ്യാറാവുകയായിരുന്നു. കൈകൊടുക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. गेम इम्पोर्टेंट है, पहले गेम खेलेंगे, उसके बाद टॉस पे देखेंगे ना. अभी आप रुक जाओ ना 24 घंटा. 2020 ലോകകപ്പിലെ നേർക്കുനേർ കണക്കുകളിൽ മൃഗീയാധിപത്യമുണ്ട് ഇന്ത്യക്ക്. 2007 ഫൈനലിലേതുൾപ്പെടെ 7 മത്സരങ്ങളിൽ ജയം. പാകിസ്ഥാന് ജയിക്കാനായത് 2021 ദുബായ് പോരാട്ടത്തിൽ മാത്രം. അസുഖം ഭേദമായി കുട്ടി ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ തിരിച്ചെത്തുന്നത് ഇന്ത്യയുടെ കരുത്തുകൂട്ടം. ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരെയെല്ലാം പിടിച്ചുകെട്ടാൻ പാക് ബൗളർമാർ പാടുപെടേണ്ടി വരും. ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി തുടങ്ങിയ ബൗളർമാരെ വെല്ലാൻ പോന്ന ബാറ്റിംഗ് നിരയും പാകിസ്ഥാനില്ല. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പ്രേമദാസ പിച്ചിൽ ടോസും നിർണായകമാവും. സ്പോർട്സ് ഡെസ്ക് 24.
സമാനതകളില്ലാത്ത ചരിത്രമാണ് ക്രിക്കറ്റ് കളത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരിന്റേത്. വെറുമൊരു കളിയെന്നതിനപ്പുറം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്ന കളിക്കാരെയും ആരാധകരെയും ഇവിടെ കാണാം. മദർ ഓഫ് ഓൾ മാച്ചസ്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തെ മുൻ താരവും കമന്റേറ്ററുമായ രവിശാസ്ത്രി മുൻപൊരിക്കൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: കളത്തിൽ വാശിയേറിയ പോരാട്ടങ്ങൾ നിരവധി കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യ പാക് പോരാട്ടത്തിന്റെ തട്ട് എന്നും അല്പം താണു തന്നെ. വിഭജനം കൊണ്ട് മുറിവേറ്റ രണ്ട് രാജ്യങ്ങൾ മുഖാമുഖം വന്നപ്പോഴെല്ലാം അത് വെറുമൊരു മത്സരം മാത്രമായിരുന്നില്ല. അതിർത്തിയിലെ പോര് കളത്തിലേക്ക് പടരുന്നത് കാണാം പലപ്പോഴും. അവിടെ സൈനികരെങ്കിൽ ഇവിടെ കളിക്കാരും ആരാധകരും ഒരുപോലെ കൊമ്പുകോർക്കുന്നത് കാണാം. കിരൺ മോറയും ജാവേദ് മിയാൻദാദും ആമിർ സുഹൈലും വെങ്കടേഷ് പ്രസാദും ഷോയബ് അക്തറും മുഹമ്മദ് കൈഫും ഷാഹിദ് അഫ്രീദിയും ഗൗതം ഗംഭീറും കയ്യാങ്കളിയുടെ വക്കിലെത്തിയ വഴക്കുകൾ ഏറെയുണ്ട് ചരിത്രത്തിൽ. ഒരു യോഗിയെപ്പോലെ എന്നും കളത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള രാഹുൽ ദ്രാവിഡിന് പോലും പരിധി വിടേണ്ടി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് അയഞ്ഞെങ്കിലും ഏഷ്യാ കപ്പിൽ വീണ്ടും കണ്ടു ആ വൈരം. അഭിഷേക് ശർമ്മയും ഷഹീൻ അഫ്രീദിയും ശുഭ്മൻ ഗില്ലും ഹാരിസ് റൌഫുമെല്ലാം കൊമ്പുകോർത്തു. പ്രകോപനങ്ങൾക്കും അതിനുള്ള മറുപടികൾക്കും കുറവില്ല. ഷാഹിൻ സാദ ഫർഹാന്റെ ഗൺ ഫയർ, ഹാരിസ് റൌഫിന്റെ പ്ലെയിങ് ക്രാഷ് സെലിബ്രേഷനുകളും അതിനുള്ള ബുംറയുടെ മറുപടി, ഇതെല്ലാം പുതുകാല പോരിന്റെ കാഴ്ചകളായിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. 6:30 2020 ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരവിശേഷങ്ങളുമായി സ്പെഷ്യൽ ഷോ കാണാം 24-ൽ പവർ പ്ലേ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രധാന നിർദ്ദേശം പുറപ്പെടുവിച്ചേക്കും. 9-അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷമാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും സുപ്രീം കോടതിയിലെത്തുന്നത്. 2018 സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. കേസ് 9-അംഗ വിശാല ബെഞ്ചിലേക്ക് വിടുന്ന കാര്യത്തിൽ നാളെ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ടാകും. നേരത്തെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ വിശാല ബെഞ്ച് രൂപീകരിച്ചെങ്കിലും പല കാരണങ്ങളാൽ വാദം കേൾക്കൽ മുടങ്ങിയിരുന്നു. ആ ബെഞ്ചിലെ അംഗങ്ങളിൽ സർവീസിൽ അവശേഷിക്കുന്നത് നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ്. വിശാല ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചാൽ മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളായിരിക്കും പരിഗണിക്കുക. മത ആചാരങ്ങളിൽ കോടതി ഇടപെട്ട ലിംഗസമത്വം ഉറപ്പാക്കണമോ എന്ന കാര്യത്തിലായിരിക്കും ബെഞ്ച് തീരുമാനമെടുക്കുക. നാളെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ 44-ാമത്തെ ഇനമായാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കെ ശബരിമല യുവതി പ്രവേശനം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാൻ ഒരുങ്ങുന്നത് LDF സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകം. ശബരിമലയിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാർ നിലപാട് തിരുത്തുമോ എന്നാണ് കാണേണ്ടത്. 24 ഡൽഹി. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. മുൻ നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. സർക്കാർ പറയുമെന്ന അവ്യക്തമായ മറുപടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയത്. കേന്ദ്രത്തെ വിമർശിച്ച NSSന് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തിനിൽക്കെ യുവതീ പ്രവേശത്തിലെ പുനഃപരിശോധനാ ഹർജികൾ കൂടി സുപ്രീം കോടതി പരിഗണിക്കുന്നത് വജ്രായുധമാക്കുകയാണ് പ്രതിപക്ഷം. CPIMനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയാണ് UDF. ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെന്റ് അവിടെ വെച്ച് കൊടുത്തത്. അവരിപ്പോഴും അത് നിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട സമയമാണിപ്പോൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിക്ക് ശബരിമല പ്രതിഷേധങ്ങൾ കാരണമായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമായ നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറി. കോടതി പറഞ്ഞ നിലപാടാണെന്ന് കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കോടതി നിലപാട് കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ നിയമമന്ത്രി P രാജീവ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് അസാധാരണ തിടുക്കമെന്നും കുറ്റപ്പെടുത്തി. യുവതീ പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി.
നിലവിലെ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തിരുത്തണമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ. ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ ഇതിനെതിരായിട്ട്. NSS ആരോപണത്തിനുള്ള മറുപടിയായി എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു. ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എങ്കിൽ പിന്നെ എന്തിനാ സംസ്ഥാന സർക്കാർ? യുവതീ പ്രവേശത്തിന് അനുകൂലമായി സംസ്ഥാന സർക്കാരും CPIM-ഉം നിലപാട് തിരുത്തുമോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി സ്വർണം സംഭാവന നൽകിയെന്ന് സ്ഥിരീകരിച്ച സിനിമാ പ്രവർത്തകർ ഷാജി കൈലാസ്, രൺജി പണിക്കർ, നിർമ്മാതാവ് G. സുരേഷ് കുമാർ എന്നിവരാണ് വിജിലൻസിന് മൊഴി നൽകിയത്. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതിനിടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ ആസിഡ് സാന്നിധ്യം കണ്ടെത്തി. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസ് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത്. ഷാജി കൈലാസ്, രൺജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരുടെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. നാണയങ്ങളായാണ് സ്വർണം നൽകിയതെന്നാണ് ഇവരുടെ മൊഴി. ചിലർ സ്വർണത്തിന്റെ അളവ് പറഞ്ഞെങ്കിലും ചിലർ തൂക്കം കൃത്യമായി ഓർക്കുന്നില്ല എന്ന് മൊഴി നൽകി. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരും മൊഴി നൽകാൻ തയ്യാറാണെന്ന് വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. വരുന്ന ആഴ്ച ഇരുവരുടെയും മൊഴിയെടുക്കും. ദേവസ്വത്തിന്റെ രേഖകളിലുള്ള 27 പേരെ കൂടാതെ മറ്റാരെങ്കിലും സ്വർണം സംഭാവന നൽകിയിട്ടുണ്ടോ എന്ന അന്വേഷണവും വിജിലൻസ് തുടങ്ങി. ഇതിനായി സ്വർണം സംഭാവന നൽകിയവർ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമങ്ങളിൽ പരസ്യം നൽകാനാണ് വിജിലൻസ് തീരുമാനം. ഇത്തരത്തിൽ തെളിവുകളുമായി വരുന്നവരുടെ സ്വർണത്തിന്റെ അളവ് കൂടി കണക്കാക്കിയാൽ യഥാർത്ഥത്തിൽ എത്ര സ്വർണം കിട്ടിയെന്ന് ഉറപ്പിക്കാനാകുമെന്നാണ് വിജിലൻസിന്റെ പ്രതീക്ഷ. പാളികളുടെ സാമ്പിളുകൾ വീണ്ടും ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ആസിഡ് സാന്നിധ്യം കണ്ടെത്തിയത്. പാളികളിൽ പലയിടത്തും നൈട്രിക് ആസിഡ് സാന്നിധ്യമുണ്ട്. അപ്രൈസർമാർ പരിശോധനയ്ക്ക് വേണ്ടി പ്രയോഗിച്ചതെന്നാണ് സംശയം. നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത് പരിശുദ്ധി പരിശോധിക്കാനാണ്. ക്രമേണ ഈ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വിദഗ്ധ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ഷോപ്പിംഗ് മാളിൽ പോലീസുകാരനെ SFI പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി സിറ്റി പോലീസ് കമ്മീഷണർ. പോലീസുകാരനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതിൽ വിശദീകരണം നൽകാൻ നിർദ്ദേശം. അതേസമയം SFI ആക്രമണത്തിനെതിരെ കേരള പോലീസ് അസോസിയേഷനും കോൺഗ്രസും രംഗത്തെത്തി. എന്നാൽ കാക്കിയിട്ട തെമ്മാടികൾക്കുള്ള മറുപടിയാണ് എന്നായിരുന്നു KSU സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ കുറിപ്പ്. ശംഖുമുഖത്ത് പുതുവത്സര ആഘോഷത്തിലെ സംഘർഷത്തിനിടെ SFI പ്രവർത്തകരെ AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ മിഥുൻ റോയ് മർദ്ദിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തിരുവനന്തപുരത്തെ മാളിൽ സഹോദരിയുമായി എത്തിയ മിഥുനെ SFI പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. മിഥുനും സഹോദരിക്കുമെതിരെ തടഞ്ഞു നിർത്തൽ, അസഭ്യം പറയൽ, മർദ്ദനം, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. എന്നാൽ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി. നിയമപാലനം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് പോലീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. CPIM ക്രിമിനൽ സംഘങ്ങളെ മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഭവം വിവാദമായതിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് റിപ്പോർട്ട് തേടി. ഔദ്യോഗിക ജോലിക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ പോലീസുകാരെ ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും പ്രതികരണം. പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് നോൺ ബെയിലബിൾ കേസ് എന്ത് സാഹചര്യത്തിലാണ് ചുമത്തിയത് ആ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാൻ, അടിയന്തരമായിട്ട് പരിശോധിക്കാൻ ACP ശംഖുമുഖത്തേക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പരിശോധിച്ച് നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അടിയന്തരമായിട്ട്. അതേസമയം അന്വേഷണ റിപ്പോർട്ടിന് ശേഷം ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ഇനി വോട്ടുത്സവം. കോൺഗ്രസിൽ ചേരുമെന്ന വാർത്ത തള്ളാതെ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിളിച്ചെന്ന് സ്ഥിരീകരിച്ച പ്രേംകുമാർ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രനും തന്നെ വിളിച്ചെന്ന് പ്രേംകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇടതിനോട് ഇടഞ്ഞു നിൽക്കുന്ന പ്രേംകുമാറിനെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയകരമെന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണമാണ് ഇന്നുണ്ടായത്. കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ലെങ്കിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി സംസാരിച്ചിരുന്നുവെന്ന കാര്യം പ്രേംകുമാർ
സ്ഥിരീകരിക്കുകയാണ്. KCയൊക്കെ എൻ്റെ ഏറ്റവും നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. അത് കോൺഗ്രസിലുണ്ട്, CPM-ലുണ്ട്, എല്ലാ പാർട്ടികളിലും എനിക്ക് ഏറ്റവും നല്ല സൗഹൃദമുള്ളവരുണ്ട്. അവർ പലരും എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ KCയും ഇടയ്ക്ക് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. സൗഹൃദം കിട്ടുന്നു, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു കാര്യവും ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ആളല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അതെനിക്കറിയില്ല എന്താണ് നാളെ സംഭവിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ തന്നെ മാറ്റിയതിലെ അതൃപ്തി പരസ്യമാക്കി സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചതിന് പിന്നാലെയാണ് പതിറ്റാണ്ടുകൾ നീണ്ട ഇടത് സഹയാത്രികൻ എന്ന വിശേഷണം പ്രേംകുമാർ ഉപേക്ഷിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നത്. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തു നിന്നുള്ള പ്രേംകുമാറിന്റെ മാറ്റം സ്വാഭാവിക നടപടി എന്നാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. സർക്കാരിന്റെ കീഴിലുള്ള എത്ര അക്കാദമികളിൽ ഈ സ്വാഭാവിക നടപടികൾ നടക്കുന്നു എന്നായിരുന്നു പ്രേംകുമാറിന്റെ മറുചോദ്യം. ഇടത് തുടർഭരണം പാടില്ലെന്ന് പരസ്യ വിമർശനമുന്നയിച്ച സാഹിത്യകാരൻ K. സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതിനെ പ്രേംകുമാർ വിമർശിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് പ്രേംകുമാർ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയാണ് വാഗ്ദാനം. 24 കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിവേഗമാക്കാൻ കോൺഗ്രസ്. നാളെ KPCC നേതൃയോഗം നടക്കാനിരിക്കെ എറണാകുളത്ത് മുതിർന്ന നേതാക്കൾ യോഗം ചേർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രമാണ് പരിഗണിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര അവസാനിക്കുമ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, ദീപാദാസ് മുൻഷി എന്നിവരാണ് ഇന്ന് കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്. സീറ്റ് വിഭജനം, KPCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല എന്നിവയായിരുന്നു പ്രധാന ചർച്ച. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രമാണ് പരിഗണന എന്ന് KC വേണുഗോപാൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ചേ പോവുള്ളൂ. സ്ക്രീനിംഗ് കമ്മിറ്റികൾ വന്നിട്ട് അവരെല്ലാ നേതാക്കന്മാരുടെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സീറ്റിലും സ്ഥാനാർത്ഥികൾ ആരാവണമെന്നതിനെ കുറിച്ചിട്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ KPCC അധ്യക്ഷൻ മത്സരിക്കാനുള്ള സന്നദ്ധതയും അറിയിച്ചു. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്, നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരം വേണ്ടതായിട്ടുണ്ട്. പ്രാഥമിക ചർച്ചകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ എന്നോട് പറയുന്നുണ്ട് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി പറയുന്നത് അംഗീകരിക്കും. അതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. K. മുരളീധരൻ മത്സരിക്കുമെന്ന് സൂചന നൽകിയ സണ്ണി ജോസഫ് തൃപ്പൂണിത്തുറയിൽ K. ബാബു മത്സരിക്കില്ല എന്നറിയിച്ചെന്നും പ്രതികരിച്ചു. എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുമെന്ന് അടൂർ പ്രകാശും പറഞ്ഞു. അതേസമയം 2 സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CMP. തിരുവനന്തപുരം, കുന്നമംഗലം സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 24 കൊച്ചി. രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ മൗനം വെടിഞ്ഞ് പയ്യന്നൂർ MLA TI മധുസൂദനൻ. രക്തസാക്ഷികളുടെ പണത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും കമ്മ്യൂണിസ്റ്റുകാർ എടുക്കില്ലെന്ന് പറഞ്ഞ MLA P. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി. ഫണ്ട് ക്രമക്കേട് ആരോപണത്തിന് ശേഷം ഇതാദ്യമായാണ് TI മധുസൂദനന്റെ പരസ്യ പ്രതികരണം. സെമന്തകമണി ശ്രീകൃഷ്ണൻ കക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്തസാക്ഷിയുടെ ഫണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഒരു നയാ പൈസ എടുക്കാൻ പറ്റുമോ? തൊടാൻ തോന്നുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ എന്തും പറയാം. അപ്പൊ ആർക്ക് ഈ കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളാണ് ഉയർന്നു വരുന്നത്? ആരെ സഹായിക്കാനാണ്? രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേട് നടന്നില്ലെന്ന് സമർത്ഥിക്കാൻ പുരാണത്തിലെ സെമന്തകമണിയെയും ശ്രീകൃഷ്ണനെയുമാണ് MLA കൂട്ടുപിടിക്കുന്നത്. രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിക്കാൻ കണക്കുകൾ പുറത്തുവിടാനാകുമോ എന്ന വിചിത്രമായ ചോദ്യവും മധുസൂദനൻ ഉന്നയിക്കുന്നു. TI മധുസൂദനൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ V. കുഞ്ഞികൃഷ്ണന്റെ നാടായ വെള്ളൂരിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. നേരത്തെ പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു MLA. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് TI മധുസൂദനനും മുൻ ഏരിയ സെക്രട്ടറി KP മധുവും പണം അപഹരിച്ചെന്നായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ പ്രധാന ആരോപണം. അതേസമയം കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പ്രകടനത്തിൽ പങ്കെടുത്തയാളുടെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പുതിയ ബൈക്ക് വാങ്ങി നൽകാനായി 10 രൂപ ചലഞ്ചുമായി സ്വതന്ത്ര കൂട്ടായ്മയായ ജാഗ്രത പയ്യന്നൂർ രംഗത്തെത്തി. ആൾക്കൂട്ട ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. 10 രൂപ ചലഞ്ച് നാളെ ആരംഭിക്കുമെന്നും പയ്യന്നൂരിലെ പൊതുവേദിയിൽ വെച്ച് ബൈക്ക് കൈമാറുമെന്നും സംഘാടകർ അറിയിച്ചു. V. കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന കൂട്ടായ്മയാണ് ജാഗ്രത പയ്യന്നൂർ. 24 കണ്ണൂർ. മഹാശിവരാത്രി നാളിൽ പിതൃമോക്ഷത്തിനായി ബലിയർപ്പിക്കാൻ ആയിരങ്ങൾ ആലുവ മണപ്പുറത്തെത്തി. സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും അധികം വിശ്വാസികൾ ബലിതർപ്പണം നടത്തുന്നത് ആലുവ മണപ്പുറത്താണ്. ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് ശിവരാത്രി വിളക്കിന് ശേഷം ആരംഭിക്കുന്ന ബലിതർപ്പണം നാളെ ഉച്ചവരെ നീളും. 116 ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി മുല്ലേപ്പള്ളി ശങ്കരൻ നമ്പൂതിരി നേതൃത്വം നൽകും. സുരക്ഷയ്ക്കായി 1500 പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫയർഫോഴ്സിന്റെയും നേവിയുടെയും സേവനമുണ്ടാകും. ആലുവ നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഔദ്യോഗിക വാഹനമെത്താൻ 2 മിനിറ്റ് താമസിച്ചതിന് പിന്നാലെ ഓട്ടോ വിളിച്ച് താമസ സ്ഥലമായ രാമനിലയം ഗസ്റ്റ് ഹൌസിലേക്ക് പോയി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് സ്വരാജ് റൌണ്ടിൽ നടന്ന മഹാപരിക്രമ യാത്രയ്ക്കെത്തിയതായിരുന്നു മന്ത്രി. രാവിലെ 8 മണിയോടെ ശിവരാത്രിയുടെ ഭാഗമായുള്ള മഹാപരിക്രമത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ഭക്തരോടൊപ്പം സ്വരാജ് റൌണ്ടിൽ. 20 മിനിറ്റ് നേരം മഹാപരിക്രമത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഈ സമയം വാഹനം മന്ത്രി വരുന്നതും കാത്ത് മണികണ്ഠനാലിന് തൊട്ടടുത്തായി പാർക്ക് ചെയ്ത് ഡ്രൈവറും പോലീസും കാത്തുനിന്നു. എന്നാൽ മഹാപരിക്രമത്തിനെത്തിയവർ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങിയെങ്കിലും മന്ത്രി സ്വരാജ് റൌണ്ടിൽ തന്നെ നിന്നു. ഇതറിഞ്ഞ ഡ്രൈവർ ഔദ്യോഗിക കാർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാക്കി. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ കേന്ദ്രമന്ത്രി തൊട്ടടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ കൈകാട്ടി വിളിച്ചു. ഓട്ടോയുടെ പുറകിലേക്ക് മന്ത്രി കയറിയിരുന്നു. പിന്നെ ഗൺമാൻ എന്തു ചെയ്യും? ഡ്രൈവറോടൊപ്പം മുൻ സീറ്റിലേക്ക് ഗൺമാനും ചാടിക്കയറി. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം എത്തുമ്പോഴേക്കും ഓട്ടോ വേഗത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിലേക്ക് പിടിച്ചു. മന്ത്രിയുടെ ഓട്ടോ യാത്രയല്ല, മറിച്ച് ഗൺമാൻ ഡ്രൈവറോടൊപ്പം മുൻ സീറ്റിൽ കയറിയിരുന്നു പോയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ശ്രീകുമാരൻ, 24 തൃശൂർ. സുന്നി ഐക്യത്തിൽ സമസ്ത AP വിഭാഗത്തിന്റെ നിലപാട് സ്വാഗതം ചെയ്ത SYS. കേരളത്തിലെ സുന്നി വിശ്വാസികളിൽ ഐക്യം അനിവാര്യമെന്ന് AK വിഭാഗം SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ 24നോട് പറഞ്ഞു. ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല. അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യമുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. ഐക്യ ചർച്ചകളെ സ്വാഗതം ചെയ്തുള്ള കാന്തപുരത്തിന്റെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്താണ് സമസ്ത EK വിഭാഗം പോഷക സംഘടനയായ SYS ഇന്ന് രംഗത്തെത്തിയത്. പഴയകാലം ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഐക്യം മുസ്ലിം സമുദായം ആഗ്രഹിക്കുന്നുവെന്ന് മുസ്തഫ മുണ്ടുപാറ. ഇത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതം ചെയ്യുന്നതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. വരും നാളുകളിൽ ഇതിനുള്ള സാധ്യതകളെ കുറിച്ചുകൊണ്ടാണ് സുന്നികളായ ആളുകൾ ചിന്തിക്കേണ്ടത്. ഇരുവിഭാഗം സംസ്ഥകളുടെയും ഐക്യത്തെ തകർക്കാൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചുവെന്നും വിമർശനം. ജമാഅത്തെ ഇസ്ലാമി പുതുതായി കണ്ടെത്തിയ ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ കുതന്ത്രമാണ്, സംഘടനാ സംവിധാനത്തിലേക്ക് അരച്ചു കയറിയിട്ട്, സുന്നി സംഘടനാ സംവിധാനത്തിലേക്ക് അരച്ചു കയറിയിട്ട് അവരുടെ തലത്തിലേക്ക് കൊണ്ടുവരിക. ജമാഅത്ത് ഇസ്ലാമി സുന്നി സംഘടനയിലേക്ക് ഇരച്ചു കയറുന്നു. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമമെന്നും മുസ്തഫ മുണ്ടുപാറ 24നോട് പറഞ്ഞു. മുനീഫ് തിരൂരിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.